മാർക്സിസത്തിൻ്റെ ഉപജ്ഞാതാവായ കാറൽ മാർക്സിൻ്റെ വളരെ സുന്ദരമായ ഒരു പ്രസ്താവനയുണ്ട്. അതിങ്ങനെയാണ്: ദി പ്രൊഡക്ഷൻ ഓഫ് ടു മെനി യൂസ്ഫുൾ തിങ്സ് റിസൾട്ട്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ടു മെനി യൂസ്ലെസ് പീപ്പിൾ. നമുക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ നാം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് വഴിയായി യഥാർത്ഥത്തിൽ നമ്മൾ ഉപകാരപ്രദമല്ലാത്ത ഒരുപാട് ആളുകളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഈ പൂർവ്വകാലങ്ങൾ പഴയ കാലങ്ങളിലെ ഡോക്ടർമാർ പറയുമായിരുന്നു, എന്തുകൊണ്ടാണ് മനുഷ്യര് ഇന്ന് കാണുന്ന രോഗങ്ങളൊക്കെ ഒരുപാട് കണ്ടുപിടിക്കുകയും രോഗങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള മെഷീൻസ് ഉണ്ടാവുകയും ആ മെഷീൻസിൻ്റെതായ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ എങ്ങനെ വന്നു എന്ന് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ നമ്മളിന്ന് കാണുന്ന ഈ കൊളസ്ട്രോളും നമ്മളിന്ന് കാണുന്ന ഈ ഡയബറ്റിക്സും നമ്മളിന്ന് കാണുന്ന ഒരുപാട് അസുഖങ്ങളും പണ്ട് കാലത്ത് മനുഷ്യർക്ക് ആർക്കും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം അവര് ഇന്ന് നാം ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്സ്, ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നില്ല. അവർ നന്നായിട്ട് അധ്വാനിക്കുമായിരുന്നു. അവര് പ്രകൃതിയോട് രമ്യപ്പെട്ടും ജീവിക്കുമായിരുന്നു. അവരുടെ കാല് മണ്ണിൽ തൊട്ടിരുന്നു. അവർ ചെരുപ്പ് ഉപയോഗിച്ചിരുന്നവർ പോലും ആയിരുന്നില്ല. നഗ്ന പാദങ്ങളുമായിട്ട് അവർ ഭൂമിയിൽ പണിയെടുക്കുമായിരുന്നു. അങ്ങനെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള നല്ലൊരു ബന്ധത്തിൽ അവന് അധ്വാനിച്ചപ്പോൾ, അവൻ്റെ ശരീരവും പ്രകൃതിയുമായിട്ട് ഒത്തുപോയപ്പോൾ അവന് അസുഖങ്ങളുണ്ടായിരുന്നില്ല. പ്രകൃതിയെ വെല്ലുവിളിക്കുകയും പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും പ്രകൃതിയുടെ പ്രകൃതത്തെ അവഗണിക്കുകയും ചെയ്തപ്പോഴാണ് മനുഷ്യന് ഓരോരോ അസുഖങ്ങൾ കണ്ടു തുടങ്ങിയത്. അങ്ങനെ അസുഖങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ മരുന്നുകൾ കണ്ടുപിടിച്ചു. മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിന് മുന്നോടിയായിട്ട് അസുഖങ്ങൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. നമ്മുടെ പ്രധാനപ്പെട്ട ആശുപത്രികളിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ വലിയ മെഷീൻസൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവുകയും ചെയ്യും. എന്തുകൊണ്ട് ഈ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള കാരണം തന്നെ മനുഷ്യൻ്റെ അധ്വാനിക്കുന്ന രീതിയിൽ നിന്നും അധ്വാനം കുറയ്ക്കുവാനും അധ്വാനം ഇല്ലാതാക്കാനും തക്കവണ്ണം മനുഷ്യൻ മെഷീനുകളെ ആശ്രയിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്. മെഷീനുകളെ ആശ്രയിക്കാതെ അവനവൻ്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവന് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു വ്യക്തമായ പാഠം എന്ന് പറയുന്നത്, നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോഴത്തെ ഒരു പ്രയോഗമാണല്ലോ. ഒരുപാട് വ്യായാമം ചെയ്ത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ അധിക കൊഴുപ്പ് ശരീരത്തിൽ നിന്നും കളയുന്ന രീതിക്കാണ് വർക്കൗട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ നമ്മൾ പ്രകൃതിയിൽ നമ്മുടേതായ രീതിയിൽ അധ്വാനിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നമ്മുടേതായ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെറുതായിട്ട് അധ്വാനിച്ചാൽ മതിയായിരുന്നു. യാതൊരു അധ്വാനവും ഇല്ലാതെ നമ്മുടെ ജീവിച്ചപ്പോഴാണ് ശരീരത്തിൽ അധിക കൊഴുപ്പ് കടന്നുകൂടിയത്. ശരീരത്തിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഡയബറ്റിക്സ് തുടങ്ങി പ്രമേഹ രോഗങ്ങൾ തുടങ്ങി ഒരുപാട് രോഗങ്ങൾ ശരീരത്തിൽ കടന്നുകൂടിയത്. ഒഴിവാക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ട് രമ്യപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അത് ഒരു നീതിയുടെ പ്രശ്നങ്ങളുടെ കൂടിയാണ്. ഇതാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിച്ചത്. നീതിപൂർവമായ ജീവിതം, അല്ലെങ്കിൽ ദൈവത്തോട് ദൈവമായിട്ടുള്ള നീതിപൂർവമായ ബന്ധം എന്ന് പറയുന്നത് തന്നെ അവനവന് നൽകപ്പെട്ടിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് ശരീര അധ്വാനങ്ങൾ ഉൾപ്പെടെ നമുക്ക് അധ്വാനിച്ച് ജീവിക്കാൻ സാധിച്ചാൽ അത് നാം നമ്മോട് ചെയ്യുന്ന നീതിയായിരിക്കും
നാം നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന നീതിയുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സമയത്തിൻ്റെ നീതിപൂർവമായ ഉപയോഗം ഉണ്ടാവും. അങ്ങനെ സമയത്തിൻ്റെ നീതിപൂർവമായ ഉപയോഗം ഉണ്ടാകുമ്പോൾ അത് ജീവിതം നമുക്കും സന്തോഷകരമാവും. നമ്മുടെ ജീവിതം കൊണ്ട് അപരനും സന്തോഷം ഉണ്ടാവും. അതാണ് യഥാർത്ഥത്തിൽ ഒരു ആത്മീയതയുടെ യഥാർത്ഥത്തിലുള്ളൊരു മുഖം. അപ്രകാരമുള്ള ഒരു ആത്മീയത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.